Hello, friends. Welcome to Teach English. ഇന്ന് നമുക്ക് Nothing Twice എന്ന കവിതയിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെന്താണെന്ന് നോക്കാം. ഒന്നോ രണ്ടോ സെന്റൻസുകളിൽ ഉത്തരം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ചുവടെ കമന്റ് ചെയ്യണേ. Let's understand the poem. Question 1. Significance of nothing can ever happen twice? ഒരു കാര്യവും രണ്ടു തവണ ഒരേപോലെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുന്നതിന്റെ പ്രസക്തി എന്താണ്? It emphasizes that every moment and experience is unique and cannot be repeated. ഓരോ നിമിഷവും ഓരോ അനുഭവവും അദ്വിതീയമാണെന്നും അവ അതേപോലെ ആവർത്തിക്കാനാവില്ലെന്നും ഇത് ഊന്നിപ്പറയുന്നു. 2. What does course refer to in the second stanza? രണ്ടാമത്തെ സ്റ്റാൻസായിൽ കോഴ്സ് എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? The course refers to life itself. കോഴ്സ് എന്നത് ജീവിതത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 3. Meaning of this course is only offered once. ഈ കോഴ്സ് ഒരിക്കൽ മാത്രമേ ഓഫർ ചെയ്യപ്പെടൂ എന്നതിന്റെ അർത്ഥം. Life gives us only one opportunity, with no repeats or do-overs. ആവർത്തനങ്ങളോ വീണ്ടും ചെയ്യാനുള്ള സാധ്യതയോ ഇല്ലാത്ത വിധം ജീവിതം നമുക്ക് ഒരവസരം മാത്രം നൽകുന്നു. Question 4. How does the poem reveal the uniqueness of each day? ഓരോ ദിവസത്തിന്റെയും സവിശേഷത കവിത എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? Answer. By stating, no day copies yesterday, the poem highlights that each day and night brings different experiences and emotions. No day copies yesterday, ഒരു ദിവസവും ഇന്നലെകളെ പകർത്തുന്നില്ല എന്ന് പ്രസ്താവിക്കുന്നതിലൂടെ ഓരോ രാവും പകലും വ്യത്യസ്ത അനുഭവങ്ങളും വികാരങ്ങളും കൊണ്ടുവരുന്നുവെന്ന് കവിത എടുത്തുകാണിക്കുന്നു. Question 5. When does the poet feel that a rose has been flung into the room? ഒരു റോസാപ്പൂ മുറിയിലേക്ക് എറിയപ്പെട്ട പോലെ കവിക്ക് തോന്നുന്നതെപ്പോഴാണ്? Answer. When someone casually mentions the name of a loved one, bringing a sudden rush of joy and memory. പ്രിയപ്പെട്ട ഒരാളുടെ പേര് ആരെങ്കിലും ആകസ്മികമായി പരാമർശിക്കുമ്പോൾ കവിയിൽ സന്തോഷവും ഓർമ്മയും പെട്ടെന്ന് കുതിച്ചുയരുന്നു. Question 6. Why can't the poet help looking at the clock? എന്തുകൊണ്ടാണ് കവിക്ക് ക്ലോക്കിൽ നോക്കാതിരിക്കാൻ കഴിയാത്തത്? Answer. The poet becomes distracted and uncertain, feeling the passage of time more keenly as the initial joy of being with a loved one fades. പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ ആയിരിക്കുന്നതിന്റെ തുടക്കത്തിലുള്ള സന്തോഷം കുറച്ചു കഴിയുമ്പോൾ മങ്ങിപ്പോവും. അപ്പോൾ ഒരുമിച്ചിരിക്കുമ്പോൾ പോലും സമയം കടന്നുപോകുന്നതിനെക്കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാകും. Question 7. Why does the poet ask us not to treat the fleeting day with fear and sorrow? നശ്വരമായ ദിവസത്തെ ഭയത്തോടും ദുഃഖത്തോടും കൂടി കൈകാര്യം ചെയ്യരുതെന്ന് കവി നമ്മോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? Answer. Because it is natural for time to pass quickly, and we should focus on appreciating the present moment. സമയം വേഗത്തിൽ കടന്നുപോകുന്നത് സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ നിമിഷത്തിന്റെ മൂല്യം മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് നാം ചെയ്യേണ്ടത്. Question 8. What does today is always gone tomorrow tell us about the nature of time? Today is always gone tomorrow എന്ന വരി സമയത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മോട് എന്താണ് പറയുന്നത്? Answer. It highlights the transient nature of time, reminding us that today's experiences will soon be part of the past. ഇത് സമയത്തിന്റെ ക്ഷണികമായ നശ്വരമായ സ്വഭാവത്തെ എടുത്തുകാണിക്കുന്നു. സമയം അതിവേഗം മുന്നോട്ടു നീങ്ങുന്നു. ഇന്നുള്ളത് നാളെ ഭൂതകാലത്തിന്റെ ഭാഗമാമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. Question 9. How does the poet establish the uniqueness of each individual? കവി എങ്ങനെയാണ് ഓരോ വ്യക്തിയുടെയും സവിശേഷ സ്വഭാവം സമർത്ഥിക്കുന്നത്? Answer. By comparing individuals to drops of water, showing that while they may seem similar, each one is distinct. വ്യക്തികളെ വെള്ളത്തുള്ളികളുമായി താരതമ്യപ്പെടുത്തുന്നതിലൂടെ അവർ സമാനായി തോന്നാമെങ്കിലും ഓരോരുത്തരും വ്യത്യസ്തരാണെന്ന് പറയുന്നു. Let's appreciate. Question 1. How is time portrayed in the poem? കവിതയിൽ സമയം എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? Answer. Time is portrayed as fleeting and irreversible, highlighting the unique and transient nature of each moment. This encourages readers to value and live fully in the present.
ഓരോ നിമിഷത്തിന്റെയും അതുല്യവും നശ്വരവുമായ സ്വഭാവം സൂചിപ്പിച്ചുകൊണ്ട് സമയം ക്ഷണികവും ഗതി മാറ്റാനാവാത്തതുമായി ചിത്രീകരിക്കപ്പെടുന്നു. വർത്തമാനകാലത്തെ വിലമതിക്കാനും പൂർണ്ണമായി ജീവിക്കാനും ഇത് വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. Question 2. What feeling does the mention of your name evoke? നിന്റെ പേര് പരാമർശിക്കുന്നത് എന്ത് വികാരമാണ് ഉളവാക്കുന്നത്? Answer. The mention evokes sudden joy and vivid memories, likened to the surprise and beauty of a rose appearing. It symbolizes how simple mentions can vividly rekindle past emotions. പേരിന്റെ പരാമർശം പെട്ടെന്നുള്ള സന്തോഷവും ഉജ്ജ്വലമായ ഓർമ്മകളും ഉണർത്തുന്നു. കടും നിറവും സുഗന്ധവുമുള്ള ഒരു റോസാപ്പൂവ് ഒരു മുറിയിലേക്കെറിയപ്പെട്ട പോലെ ആഹ്ലാദകരമായ ഒരോർമ്മ അത് കവിയിലുണ്ടാക്കുമെന്ന് ഉപമിക്കുന്നു. ലളിതമായ പരാമർശങ്ങൾ പോലും നമ്മുടെ മുൻകാല വികാരങ്ങളെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. Question 3. What does the clock symbolize? ക്ലോക്ക് എന്തിനെ സിംബലൈസ് ചെയ്യുന്നു? Answer. The clock symbolizes the passage of time and our awareness of its relentless movement. It reflects moments of reflection, urgency, and the transient nature of life. സമയം കടന്നുപോകുന്നതിനെയും അതിന്റെ നിരന്തരമായ ചലനത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധത്തെയും ക്ലോക്ക് പ്രതീകപ്പെടുത്തുന്നു. അത് ചിന്താനിമിഷങ്ങൾ, സമയത്തിന്റെ അടിയന്തിരത, ജീവിതത്തിന്റെ ക്ഷണികമായ സ്വഭാവം എന്നിവ പ്രതിഫലിപ്പിക്കുന്നു. Question 4. How does the poem view human relationships? മനുഷ്യബന്ധങ്ങളെ കവിത എങ്ങനെ കാണുന്നു? Human relationships are seen as unique and ephemeral, with each connection being irreplaceable. Despite differences, the poem highlights the beauty in seeking harmony and cherishing these transient connections. മനുഷ്യബന്ധങ്ങൾ അദ്വിതീയവും ക്ഷണികവുമാണ്, ഓരോ ബന്ധവും പകരം വെക്കാനില്ലാത്തതാണ്. വിയോജിപ്പിക്കിടയിലും നശ്വരമായ ഈ ബന്ധങ്ങളെ യോജിപ്പിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നതിലെ സൗന്ദര്യത്തെ കവിത എടുത്തുകാണിക്കുന്നു. Question 5. What is the tone of the poem, and how does it contribute to the theme? കവിതയുടെ ടോൺ എന്താണ്? അത് തീമിന്റെ അവതരണത്തെ എങ്ങനെ സഹായിക്കുന്നു? Answer. The tone is reflective and philosophical with a touch of melancholy, encouraging contemplation about life's fleeting moments. It emphasizes the urgency to appreciate and embrace the present. ജീവിതത്തിലെ നശ്വരമായ നിമിഷങ്ങളെക്കുറിച്ചുള്ള ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന ശോകമയമായ ടോൺ ഫിലോസഫിക്കലാണ്. കഴിഞ്ഞതോർത്ത് വിലപിക്കാതെ ഇന്ന് ജീവിക്കാനും വർത്തമാനകാലത്തെ വിലമതിക്കാനും കവിത ആഹ്വാനം ചെയ്യുന്നു. Question 6. The poem emphasizes the importance of enjoying every moment in life. Do you agree? ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ കവിത ഊന്നിപ്പറയുന്നു. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? Answer. Yes, the poem's emphasis on enjoying each moment encourages a deeper appreciation for life's uniqueness and impermanence. It fosters living fully, embracing the present, and finding joy in everyday experiences. അതെ, ഓരോ നിമിഷവും ആസ്വദിക്കുന്നതിന് കവിത നൽകുന്ന ഊന്നൽ ശാശ്വതമല്ലാത്ത ജീവിതത്തിന്റെ അതുല്യതയെക്കുറിച്ച് പറയുന്നു. ഇത് പൂർണ്ണമായി ജീവിക്കാനും വർത്തമാനകാലത്തെ ഉൾക്കൊള്ളാനും ദൈനംദിന അനുഭവങ്ങളിൽ സന്തോഷം കണ്ടെത്താനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ചോദ്യോത്തരങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു പാഠങ്ങളിലെ ചോദ്യോത്തരങ്ങൾ, മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി വീണ്ടും വരൂ. താങ്ക്സ് എ ലോട്ട്.